ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ദ വ്ലോഗ്. എന്തുണ്ടല്ലാടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഇതിനകത്ത്, അതായത് വീട്ടിനകത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ വീടിൻ്റെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, പാല് കാച്ചലൊന്നും ആയിട്ടില്ല. ഒരുവിധം ജോലികളൊക്കെ തീർന്നേ ഉള്ളൂ. ഇനിയും കുറച്ച് ഇൻറ്റീരിയർ വർക്ക്സും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും പരിപാടികളും ഒക്കെ ബാക്കിയാണ്. അപ്പം പാല് കാച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ, അതായത് പഴയ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള സാഹചര്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. പിന്നെ എന്താണ്, ഭയങ്കര ക്ലാരിറ്റി ഇല്ല, അത് തന്നെയാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത്. മുമ്പും വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ തീർന്നു വരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. പുട്ടിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ടെയിലിൻ്റെ പരിപാടി കഴിഞ്ഞ്, പിന്നെ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടിയത് കേട്ടോ. താഴെ എൻ്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു, നോക്കുന്നത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, എൻ്റെയും പശുവിൻ്റെയും ഒരേ വോയിസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങ് നിന്നതാണ് കേട്ടോ. ഞാൻ സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്കും പതിയെ നടന്ന് ഇവിടം വരെ വന്നു. ഒരാളും കൂടെ ഉണ്ട്. അതെവിടെ? ഒരാളും കൂടെ അവിടെ എവിടെയും ഉണ്ട്. നമുക്ക് ക്യാമറ ഒന്ന് വെളിയിലോട്ട് ചലിപ്പിച്ച് നോക്കാം. അതാണ് രണ്ടുപേരും. അപ്പോൾ താഴെ മാമിയുടെ വീട്ടിലെ പശു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ ഈ ഒരു ഭാഗം താഴെ തുറന്നാൽ ഇതുപോലെ വാഴത്തോട്ടം, പിന്നെ ആ സൈഡിലൊരു റോഡ് കാണാം. ആ റോഡ് നേരെ ചെന്നിറങ്ങുന്നത് തോട്ടിലോട്ടാണ് കേട്ടോ. വളരെ ദൂരം കുറവാണ് തോട്ടിലോട്ടുള്ള യാത്രയ്ക്ക്. അപ്പോൾ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ പശു ഇവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് തിരക്ക് കുറവായിരുന്നല്ലോ. അതുകൊണ്ട് വീഡിയോസും ഞാനൊന്ന് മടിച്ചു എടുക്കാൻ വേണ്ടിയിട്ടൊരു മടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നും അത്യാവശ്യം ഒരു ക്ഷീണം അങ്ങനെയല്ല, എന്തോ ഒരു മടിയോ ഒരു വയ്യായികയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പെൻഡിങ് വെച്ചു. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ഹന്നത്തിലോട്ട് ഒരു സംഭവം, അതായത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അത് ചെയ്യാനായിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കെന്നാൽ കുറച്ച് കഥ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന്. വീഡിയോ ഇപ്പോൾ എടുക്കുന്നില്ല. അതായത് ബേക്കിൽ നിങ്ങൾ കണ്ടോ, കുറച്ച് ചെടി പൂക്കളൊക്കെ ഇരിക്കുന്നത്. ഇതേപോലെ എനിക്കൊരു കുറച്ച് വലിയൊരു മരം സെറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുട്ടി ചെടികളല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തൊന്ന് വന്ന് നിൽക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വലിയ എൻ്റെ ഹൈറ്റുള്ള ഒരു മരം, ഒരു പൂമരം ഉണ്ടാക്കണമെന്ന് എനിക്ക് കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അതായത് അത്രയും ഹൈറ്റുള്ള കമ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലോട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കണം. അപ്പോൾ അത്രയും എൻ്റെ ഹൈറ്റുള്ളൊരു ഇതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം ഫ്ലവേഴ്സ് നമ്മൾ മേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ലീഫൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഹോം ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാൻ വീട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അവിടെ പാർട്സുകൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഹോം ടൂർ മൊത്തം പണിയും തീർന്നിട്ട് ഹോം ടൂർ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹന്നത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. റോസ് ചെടിയാണ് ചെയ്തേക്കുന്നത്. കമ്പാട്ടോ ഇത്. റിയലായിട്ടുള്ള ചുള്ളിയില്ലേ, ആ ഒരു സംഭവത്തിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് കുപ്പിയില്ലേ, കുപ്പിയുടെ ഇതിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് 7-അപ്പിൻ്റെയൊക്കെ കുഞ്ഞു ബോട്ടിൽ, അതാണ് കേട്ടോ. ഇതെല്ലാവർക്കൊക്കെ അറിയുന്നതായിരിക്കും. അത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് സോസ് ക്ലോത്ത് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമാണ് നമ്മൾ പൈസ മുടക്കി ചെയ്തേക്കുന്നത്. ബാക്കിയൊക്കെ പെയിൻറ്റിൻ്റെയൊക്കെ ആ ഒരു ചിലവേ ഉള്ളൂ. ഇതിന് പിന്നെ പ്രത്യേകിച്ച് ചിലവ് ഉണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ചു, ഇതിലും ഞാൻ ലീഫിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ലീഫ് ഞാനിവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ആ ഒരു മരം ഉണ്ടാക്കുമ്പോൾ ലീഫ് വേണമെങ്കിൽ ഇടാമെന്ന് ഓർത്തു. ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോഴേ അതിൽ ലീഫ് വെക്കോളൂ കേട്ടോ. അപ്പോഴത്തെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു മൂഡനുസരിച്ചിട്ടായിരിക്കും ഞാനങ്ങ് സെറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഒപ്പം കുറച്ച് കഥയും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഇരുന്നു. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും എനിക്ക് നടുവേദന എടുക്കും കേട്ടോ. അപ്പോൾ എന്നെ പോലെ നടു അതുപോലെ ഷോൾഡർ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതായത് പെട്ടെന്ന് എനിക്ക് ഷോൾഡർ പെയിൻ വരും. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഷോൾഡർ പെയിൻ. അതുപോലെ ബാക്ക് സൈഡ് ഇവിടെ ആയിട്ട് ഒക്കെ ഇങ്ങനെ നീരിറങ്ങിയിട്ട് വേദന വരും കേട്ടോ. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അസുഖമാണ്. കാരണം അമ്മച്ചിക്ക് സെയിം ഇതുണ്ട്. അത് തന്നെ എൻ്റെ അനിയനും അനിയത്തിക്കും ഒക്കെ ഉണ്ട്. പൊന്നും ഞാനും സെയിമാണ്. അപ്പൂ എനിക്കറിയാം. അപ്പൂ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദറാണ് കേട്ടോ. ഓക്കെ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നടുക്കഷ്ണം കൂടി ഉണ്ടെന്ന്. ആ നടുക്കഷ്ണമാണ് കേട്ടോ. ആളിപ്പോൾ ദുബൈയിലാണ്. ഓക്കെ, അപ്പോഴും നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാം. നോർമൽ കവർ, നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓൾറെഡി കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ചെയ്ത് കേട്ടോ. ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ മാറി വിതറിയിടും. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ പറക്കി ഒതുക്കണം. എന്നാലും വീഡിയോയ്ക്ക് ഗുമ്മ കിട്ടാൻ വേണ്ടി കിട്ടുന്നില്ല. ഇപ്പോൾ കുറേ അധികം ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് പശുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ കുറേ അധികം ഫ്ലവേഴ്സ് ചെയ്ത് വെക്കാം. ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഹന്നത്തിലോട്ട് നമുക്ക് ഇടാൻ പറ്റുക. കാരണം ഒത്തിരി അത്രയും ലോങ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിടാനൊന്നും നടക്കില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഇടുക. മൊത്തത്തിൽ ഇപ്പം ഞാൻ ഇത്രയും ഫ്ലവറിൽ ഇരുന്ന് ചെയ്യുന്നതൊന്നും ആരും കാണാൻ പോകുന്നില്ല. ഞാനാണെങ്കിലും കാണില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് പറ്റും. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇത് ഞാനൊന്ന് ചെയ്തു തരത്തില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്ക് കുറച്ച് പട്ടി ഷോ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. അത് നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമല്ലാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇതിങ്ങനെ നമ്മൾ ഇതൊക്കെ വെട്ടുമ്പോൾ ഇതേപോലെ കുറച്ച് വേസ്റ്റ് വരും. നമ്മൾ ചെയ്ത് കഴിയുമ്പം ഈ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് ഇതാവും, പറന്നിട്ടും ഒക്കെ ആവും. പിന്നെ അത് തൂത്തുവാരുക എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി. കുറേയൊക്കെ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും കേട്ടോ. പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കും. ഇക്ക വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ വഴക്ക് കേൾക്കാറുണ്ട്. കാരണം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ, മൊത്തം പറന്ന് അവിടെ ഇവിടെയൊക്കെ ആവും. ഞാനിങ്ങനെ മടി കൊണ്ടും പിന്നെ തൂക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഷോൾഡർ പെയിനും നടുവേദനയൊക്കെ അത്യാവശ്യം എനിക്കുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പം ഞാനങ്ങ് വിടും, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ. അപ്പം ഇത് മുമ്പേ ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ. ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പഠിത്തത്തിനെക്കാട്ടി കൂടുതൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടം. ആ ഇഷ്ടം സ്റ്റിൽ ഇപ്പോഴും തുടർന്ന് പോകുന്നു. ആ ഇഷ്ടത്തിൻ്റെ ബാക്കിയാണ് നമ്മളെ ഹന്നത്ത് ഫാഷൻ ടെക് ചാനൽ. അതിൻ്റെ അകത്തും ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ക്രാഫ്റ്റ് വർക്കുകൾ തന്നെയായിരുന്നു കേട്ടോ. അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ എത്തിയപ്പോഴത്തേക്കും വ്യൂസൊന്നും ഇല്ല, ശരിയാവൂല എന്നൊക്കെ തോന്നിയിട്ട് 50 വീഡിയോയാണ് ഞാൻ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. എന്തിനാണോ അത്. പിന്നെ എനിക്കത് ആലോചിച്ചിട്ട് സങ്കടം വരും കേട്ടോ. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ കുറേയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ വ്യൂസിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലുള്ള 2 വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനലിൽ, അതായത് ഈ ചാനലല്ല കേട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് ക്രാഫ്റ്റിൻ്റെ ഒരു ചാനലുണ്ട് ഹന്നത്ത് ഫാഷൻ ടെക് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം കിടക്കുന്ന 2 വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതിന് എനിക്കൊന്ന് 50K+ വ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, പഠിച്ചവനെ ആ ഒരു 50 വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്ടിരുന്നെങ്കിൽ അതിനും ചിലപ്പോൾ അത്യാവശ്യം വ്യൂസ് വന്നേനെ എന്ന് വിചാരിക്കും കേട്ടോ. ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനൽ പാതി വഴിക്ക് വെച്ചിട്ട് ഞാൻ നിർത്തിയതാണ്. വ്യൂസൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചാൽ. പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് വരുമോ കേട്ടോ. അയ്യോ ഞാൻ ട്രൈ ചെയ്തെങ്കിൽ ചിലപ്പോൾ എനിക്കത് കിട്ടിയേനെ എന്നൊരു തോന്നൽ വരും. അപ്പം ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തത്. എൻ്റേതായ
കുട്ടി ലൈഫ് അതിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും എനിക്കിതുപോലെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള വർക്കുകളും അതുപോലെ വീട്ടിലെ കുട്ടി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് സ്ഥിരം വീഡിയോസൊക്കെ ഇടാം. കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാൻ വയ്യ. ഇന്നലെ വീട്ടിൽ പോയിട്ട് കുറച്ച് അമ്മച്ചിയും പൊന്നും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പേരൊക്കെ കണ്ടു. എനിക്ക് സന്തോഷം തോന്നിട്ടോ. കാരണം നമുക്ക് എത്രത്തോളം ഇത് അവർ വാച്ച് ചെയ്യുന്നുണ്ട്, അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കണ്ട ആൾക്കാരൊക്കെ ലെങ്ത്, അതായത് വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ കുറച്ച് ഹാപ്പി. ഉമ്മച്ചിക്ക് ഭയങ്കര മടിയാട്ടോ. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ ഭാഗം വരുന്ന വീഡിയോസ് ഒന്നും ഇടരുതെന്ന്. അപ്പോഴേക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മച്ചി ഞാനത് അപ്ലോഡ് ചെയ്തു. ഇഷ്ടക്കുറവല്ല, എന്തോ ഒരു വരുമല്ലോ, എൻ്റെ ഫേസ് ഇടണ്ടിയിരുന്നില്ല, കൊള്ളാവോ, ശരിയായോ എന്നൊക്കെ ഉള്ളൊരു തോന്നലല്ല. ഇഷ്ടക്കുറവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രോത്സാഹനം കിട്ടിയിട്ടുമുണ്ട്. എന്തെങ്കിലുമൊക്കെ എന്ന് പറയാറുണ്ട്. ആദ്യമൊക്കെ ഇപ്പോൾ എല്ലായിടത്തുനിന്നും ഒരു എതിർപ്പ് ഫീല് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിൽ ഓക്കെ സിൻസിയറാണ്, പാഷനേറ്റ് ആണെന്ന് മനസ്സിലാവുമ്പോൾ അത്യാവശ്യം എല്ലാവരും കൂടെ നിൽക്കും കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ചാനലുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 5 വർഷമായി, 2 ചാനലും കൂടി കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇട്ട് പോകുന്നുണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തന്നെ വരും. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നമുക്കിത് വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു ഇഷ്ടം, ബെനിഫിറ്റൊന്നും നമുക്ക് അധികം ഇല്ല എന്നുണ്ടെങ്കിലും അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് പിന്നെയും തിരിച്ചു വരുന്നത് ശരിക്കും. ഓക്കെ, അപ്പോൾ കഥാകഥനത്തിനോടൊപ്പം ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ കുറച്ചൊക്കെ ഉണ്ടാക്കിട്ടോ. അത്യാവശ്യം നല്ല പോലെ ഫ്ലവേഴ്സ് ആവശ്യമാണ്. കുറച്ചധികം ഒരു 5 കവറിലെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ചെറുതായിട്ട് നടു കടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും എൻ്റെ ഒരു കംഫർട്ട് ലെവലിനനുസരിച്ചിട്ടൊന്നും ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അന്നമ്മയും റൈഹും കൂടി പള്ളിയിൽ പോയേക്കുവാണ് കേട്ടോ. നബിദിനം ആവാറായല്ലോ. അപ്പോൾ അവർക്ക് നാളെ പള്ളിയിൽ പ്രോഗ്രാമാണ്, പാട്ടും അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമാണ്. കുട്ടികളുടെ കലാപരിപാടികളുണ്ടല്ലോ. അതിന് റൈഹു ദഫിനുണ്ട് കേട്ടോ. ദഫ് പള്ളിക്കകത്ത് കളിക്കുന്നതല്ല, റോഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദഫുണ്ട്. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു റാലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. വയനാടിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ദഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ദിവസമായിട്ട് അവൻ അതിൻ്റെ പുറകെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവനത് ഭയങ്കര ഇഷ്ടമാണ്. ദഫ് കളിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്. അതായത് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അവൻ മുൻപന്തിയിൽ ചാടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമല്ല അവൻ ചെയ്യുന്നത്. അവൻ്റെ ഇഷ്ടമാണ്. ഈ ഒരു ക്രാഫ്റ്റ് കാര്യങ്ങൾ ഒക്കെ അവന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവനിൽ എനിക്ക് എന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പഠിക്കാൻ പോയ സമയത്തും പഠിത്തത്തിൽ ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ ഒരു പാട്ട് പാടാൻ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതിനൊക്കെ ഒരു ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പം അതിന് പോയി ചേരും. എല്ലാ വർഷവും അതിന് ചേരുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ എനിക്ക് അതുപോലെ ചെയ്യാൻ, പടം വരയ്ക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം അവനും അതേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അവൻ അതുപോലെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ ഇലക്ട്രോണിക്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്ലംബിങ്ങിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഇവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിലും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ഇല്ലാത്ത സമയത്താണെങ്കിൽ ഓക്കെ ഇന്ന കാര്യം ആയതുകൊണ്ടാണ് അതിങ്ങനെ ആയത് എന്ന് അവന് മനസ്സിലാവാറുണ്ട്. കറണ്ടിൽ അധികം കളിപ്പിക്കാറില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പൈപ്പ് ലൈൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കുറേ തവണ അവൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മച്ചി ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവന് പറയാനായിട്ട് പറ്റും.
അവൻ്റെ തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ അവൻ കറക്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് സന്തോഷമാണ്. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഒക്കെ പഠിത്തത്തിൽ നിന്ന് കുറച്ച് ബാക്കോട്ടായി പോകും എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അത് വിട്ടു. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം അറിയാം. എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും ആ ഒരു രീതിയിലോട്ട് പോകാനോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനോ ഒന്നും സാഹചര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പോൾ അതെനിക്കിപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യം പഠിച്ചിരുന്നെങ്കിൽ കുറേയും കൂടി ബെറ്ററായിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു മേഖലയിലോട്ട് തന്നെ പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് വേറൊരു ഇപ്പോൾ പാരൻസിൻ്റെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെന്നാൽ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് വേറൊരു ജോലി അല്ലെങ്കിൽ ഒരു ആളുടെ അണ്ടറിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അതെൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും വഴക്ക് പറഞ്ഞാലൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് വേറൊരാളുടെ കീഴിലുള്ള ജോലി ചെയ്യൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നത് ഇതുപോലുള്ള വർക്കും കാര്യങ്ങളും പ്ലസ് ഈ ഒരു വ്ളോഗിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിങ്ങനെ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ, എനിക്ക് കണ്ണാടിയുടെ മുമ്പിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് എൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലും സംസാരിക്കുന്നത് മിററിൽ നോക്കിയിട്ട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. കാര്യങ്ങളൊക്കെ പറയാൻ ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും കേൾക്കുന്നവർക്ക്, ആരും കേൾക്കാറില്ല, അതാണ് സത്യം. പക്ഷേ എങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ പറയാൻ ഇഷ്ടം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് അലയ്ക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ധ്വനി, മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെന്താ, പിന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു സംസാരിക്കാനൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു വീഡിയോയെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു മരം ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് അത്യാവശ്യം ടൈം എടുക്കും. ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഹനത്തിലോട്ട് തന്നെ ആ വീഡിയോ ഇട്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ അത് മേക്ക് ചെയ്യുന്നത് എന്തായാലും അതിലിടുന്നുണ്ട്. അപ്പം ഇതിൽ കാണുന്ന ആർക്കെങ്കിലും ഒരു എന്താണ് ഹെയർ അക്സസറീസോ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങോ അതോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ചാനലിൻ്റെ പേര് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഹനത്ത് ഫാഷൻ ടെക് എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഹെയർ അക്സസറീസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സെയിലും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് എത്തിപ്പെട്ടു, എങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലിരുന്നു കൊണ്ടൊരു വരുമാനം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടാൽ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം എനിക്ക് ആ ഒരു ഹെയർ അക്സസറീസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുറേ ആഗ്രഹങ്ങൾ സാധിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ നേടിയെടുക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ് ഹെയർ അക്സസറീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്താലും, ഈ ഒരു ബിസിനസ് എന്നല്ല, നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിന് 101% നമ്മൾ കഷ്ടപ്പെടണം. ഓക്കെ, അതിന് അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസവും 2 ദിവസവും കൊണ്ടിട്ട് നമുക്ക് ബിസിനസ് നേരെ ആവുന്നില്ല, അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് അവസാനം അതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ഓക്കെ, ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടാവും, കുറേ നഷ്ടങ്ങളുണ്ടാവും. പക്ഷെ നമുക്കിത് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്ന് എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സമയം വരുന്നു, അപ്പം മുതൽ അത് നമ്മളിൽ നിന്ന് അകന്നു പോകും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം അത് ഏത് തന്നെ ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ ചാനലിൽ മുന്നേ ഞാൻ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൃഷിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. എപ്പോഴും നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് അതിനെ തിരിഞ്ഞ് നോക്കാതാവുന്നു, അപ്പം മുതൽ അത് നമ്മളോട് പിണങ്ങും, ഉറപ്പാണ്. പിണങ്ങി പോവാന്ന് പറയുന്നത്
ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പം കൃഷി ആയാലും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ എക്സസറീസിൻ്റെ കാര്യമായാലും ചാനലായാലും ഏത് തന്നെ ആയാലും നമ്മൾ എത്രത്തോളം അതിനെ സ്നേഹിക്കുന്നോ, എത്രത്തോളം നമ്മളതിനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നോ അത്രത്തോളം അത് നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഏത് കാര്യത്തിന് ഇറങ്ങിയാലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരുന്നൊരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്ക്. കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്പാവും, കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിലും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ബോറടിച്ചോ എനിക്കറിയത്തില്ല. ബോറടിച്ചില്ലെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യോ ഡിസ്ലൈക്ക് ചെയ്യോ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആ ഒരു ലൈക്കായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷമായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.